Hi, Namaste. Welcome back to us. Welcome back to my channel, Win Trader. ഫോറക്സ് മാർക്കറ്റിൽ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വരുമാനം നേടാൻ സാധിക്കും. അതിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ബ്രേക്ക്ഔട്ട്, ഫേക്ക് ബ്രേക്ക്ഔട്ട്, അതേപോലെ സൈഡ് വേസ് മാർക്കറ്റ്. നമുക്ക് മാർക്കറ്റ് ഒരു ട്രേഡ് എടുത്തിട്ട് പെട്ടെന്ന് പോകുന്ന ട്രേഡുകൾ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ ഏത് പോയിന്റും തിരിച്ചറിയാം. ഇതെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. എല്ലാ മാർക്കറ്റും ഈ സ്ട്രെയിൻ സ്ട്രാറ്റജിയിലൂടെ നമുക്ക് വർക്കൗട്ടും ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് ലൈവ് സെക്ഷനായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗോൾഡിന് സ്ട്രോങ് ബ്രേക്ക്ഔട്ടായിട്ട് മോർണിംഗ് തന്നെ മാർക്കറ്റിന് 5 മണിക്ക് ശേഷം ഇറങ്ങിയ ബ്രേക്കാണ് ഇതുവരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 24 പോയിന്റ്സോളം മാർക്കറ്റ് താഴ്ത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ US ഓയിലിന്റെ ക്രൂഡ് ഓയിലിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1 പോയിന്റോളം നമുക്ക് മാർക്കറ്റ് 3 ടാർഗറ്റ് അടിച്ച് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. ബൈ ട്രേഡ് ആണ്. മോർണിംഗിൽ 9:15 വന്ന ബ്രേക്കാണ്. അത് USD JPയിൽ മിക്കവാറും കറൻസി പേരിൽ നമുക്ക് നോക്കാൻ പറ്റുന്നൊരു പെയറാണ്. മിക്കവാറും ട്രേഡ് കിട്ടുന്നൊരു പെയറാണ്. നമുക്ക് വളരെ സ്ട്രോങ് ബ്രേക്ക്ഔട്ട്, നമുക്ക് ഫേക്ക് ബ്രേക്ക്ഔട്ട് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ സോഫ്റ്റ് അവിടെ നമുക്ക് ഇന്നത്തെ ട്രേഡിൽ USD JPയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ മോർണിംഗിൽ സിഗ്നൽസ് വന്ന് സ്ട്രോങ് ബ്രേക്ക് ആണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അത് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് അപ്പം തന്നെ കൺഫേം ആവുകയും ചെയ്തു. അവിടുന്ന് 3 ടാർഗറ്റ് ഒടിച്ച് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ യൂറോ സ്റ്റീലും മോർണിംഗിൽ തന്നെ മാർക്കറ്റ് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇന്നലത്തെ ട്രേഡ് നോക്കണം വലിയ പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല. അത് മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നെങ്കിലും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ആണ്. ഇന്നത്തെ പോലെ നല്ലൊരു ഇറക്കമല്ല. ഇത് മുമ്പ് ഒന്ന് ബൈ ട്രേഡ് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ ഒരു സിഗ്നൽസ് വന്ന് കൺഫർമേഷൻ വന്നതിന് ശേഷം റിവേഴ്സ് പോയി. അപ്പോൾ റിവേഴ്സ് അങ്ങനത്തെ ട്രേഡിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് അവിടെ സോഫ്റ്റ്വെയർ അവിടെ കളർ ചേഞ്ച് സഹിതം കാണിച്ചു തന്നിട്ടുമുണ്ട്. അതേപോലെ റിവേഴ്സ് പോകുന്ന പോയിന്റ് ഇവിടെ ട്രെൻഡ് സഹിതം മനസ്സിലാക്കും. പിന്നെ മെസ്സേജ് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് എക്സിറ്റ് ലെവൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ സോഫ്റ്റ്വെയർ ലേറ്റസ്റ്റ് സൊല്യൂഷനിലൂടെ. ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് വന്ന ട്രേഡ് കാണിച്ചു തരാം. ഫസ്റ്റ് USD JPയിൽ കാണിച്ചു തരാം. പിന്നെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം ഞാൻ ബൈസിക്കിളിന് മോർണിംഗിൽ തന്നത് അപ്രോക്സിമേറ്റ് 8 o'clock അതിന് എൻട്രി പോയിന്റ് ടാർഗറ്റിൽ 3 തന്നിട്ടുണ്ട്. സിഗ്നൽ വന്ന് കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. താഴത്തെ കൺഫർമേഷൻ ബാറും ക്യാൻഡിൽ കളറും രണ്ടും ഒരുമിച്ച് വന്നിരുന്നു. ആ പോയിന്റ് ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ നമുക്ക് ബ്രേക്ക് റെസിസ്റ്റൻസ് സ്ട്രോങ് ആണെന്ന് തിരിച്ചറിഞ്ഞു. അവിടെ നിന്ന് നേരെ കയറി. അവിടെ നിന്ന് ഒറ്റയ്ക്ക് കയറുകയാണ്. പിന്നെ നമുക്ക് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഇപ്പോഴും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. 1 മിനിറ്റിൽ പോലും നമുക്കൊരു സൈഡ് വേസ് കാണിച്ചു തന്നിട്ടില്ല അവിടെ. അത് കാരണം ധൈര്യമായിട്ട് ആ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യാം. റിവേഴ്സ് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് എക്സ്ട്രാ കളർ വഴിയും അതേപോലെ ട്രെൻഡ് ചേഞ്ച് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവിടെ അതേപോലെ ട്രെൻഡ് ഈ മാർക്കറ്റിന്റെ അപ് ഡൗൺസ് ലൈൻ ട്രെൻഡ് ലൈൻ വഴി നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ ഇന്നത്തെ ട്രേഡിൽ ഇതുവരെ എക്സിറ്റ് ലെവൽ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് US ഓയിലും ഇതുവരെ എക്സിറ്റ് ലെവൽ പറഞ്ഞിട്ടില്ല. മോർണിംഗിൽ വന്ന ബ്രേക്കാണ്. അവിടെ നിന്ന് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. 3 ടാർഗറ്റ് അടിച്ച് ഇപ്പോഴും കയറുവാണ്. ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. അതേപോലെ ഇന്നലെ സെല്ല് ഉണ്ടായിരുന്നു. നല്ല ട്രേഡ് ആയിരുന്നു. അത് സെല്ല് പഴയ ദിവസത്തെ സെല്ല് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്തിരുന്നത്. അവിടുന്ന് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ദിവസം സിഗ്നലിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് ഇവിടുന്ന് സിഗ്നൽ വന്നത് കണ്ടിന്യൂ ചെയ്ത് ഇവിടുന്ന് മാർക്കറ്റ് ഇറങ്ങി പിന്നെ തിരിച്ചു പോയി പിന്നെ ബ്രേക്ക് വന്നിട്ടാണ് തിരിച്ചിറങ്ങിയിരിക്കുന്നത്. അപ്പം ഇവിടെ താഴെ റെഡ് വരുമ്പോൾ മേലിൽ റെഡ് വന്ന് ധൈര്യമായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം. അതേപോലെ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് അപ് ഡൗൺസ് ആണ്. ഇവിടെ തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ ഗ്രീനാണ് ഹോൾഡ് ചെയ്യാം. ഇവിടെ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. വേണേ എക്സിറ്റ് അടിച്ചു വിടാം. അഥവാ അടുത്ത ട്രേഡ് റിട്രേസ്മെന്റ് പിടിക്കുക. തിരിച്ച് രണ്ടാമത് പിന്നെ ഇറങ്ങുമ്പോൾ അടുത്ത ട്രേഡ് നമുക്ക് അവിടെ പിടിക്കാം. അവിടെ റീ എൻട്രി ലെവൽ സോഫ്റ്റ് തരികയും ചെയ്യും നമുക്ക്. അതേപോലെ ഇന്നത്തെ ഗോൾഡിൽ ഇതുവരെ നല്ല ബ്രേക്കാണ്. നമുക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ വന്ന ട്രേഡ് 5 മണിക്ക് വന്ന ട്രേഡാണ്. ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 22 പോയിന്റുകൾ ഇപ്പോൾ ഇറങ്ങി നിൽക്കുകയാണ്. മാർക്കറ്റ് 24 പോയിന്റിൽ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചൊന്ന് കയറിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ബ്രേക്ക് ഇവിടെ സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്താൽ താഴ്ത്തിറങ്ങി നമുക്ക് അടുത്ത റീ എൻട്രി ലെവൽ സോഫ്റ്റ് അവിടെ തരും. അപ്പോൾ എക്സിറ്റ് ലെവൽ നമുക്ക് ട്രെൻഡ് പോലും ചേഞ്ച് ആയിട്ടില്ല. 1 മിനിറ്റ് പോലും ചേഞ്ച് വന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ പോർഷൻ ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് സൈഡ് വേസ് കറക്റ്റായിട്ട് തിരിച്ച് എക്സ്ട്രാ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രോങ് ബ്രേക്ക്ഔട്ടിന് റെസിസ്റ്റൻസ് സപ്പോർട്ട് കൺഫർമേഷൻ ലെവൽസ് കറക്റ്റ് മാച്ച് ചെയ്യുന്ന ലെവൽ കാണിച്ചു തരും. അഥവാ ട്രേഡ് നമ്മൾ കൺഫർമേഷൻ വന്നു എടുത്തു മാർക്കറ്റ് റിവേഴ്സ് പോയി എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ആകുന്നില്ല. നമുക്കുള്ള പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യണം. ഒരുപാട് ലോസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് സഹിതം എക്സിറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് ലെവൽ നമുക്ക് ട്രെൻഡ് സഹിതം അതായത് ടൈം ഫ്രെയിം നമ്മൾ 30 മിനിറ്റ്സിൻ്റെ ഞാനിത് വെച്ചിരിക്കുന്ന ഫോറക്സിൽ ഇപ്പം നമുക്ക് 1 minute 15 ഇതൊക്കെ ടൈം ഫ്രെയിം സ്കാൽപ്പിംഗ് ആണ്. ഇപ്പോൾ ചെറിയ റിവേഴ്സിലെ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ടൈം ഫ്രെയിം കമ്പയർ. ഇപ്പോൾ ഇവിടെ ഗോൾഡ് കണ്ടു. ഇപ്പോൾ സൈഡ് വേസ് 1 മിനിറ്റ് കാണിച്ചു. അപ്പോൾ ചെറിയൊരു കയറ്റത്തിന് സാധ്യതയാണ്. നമുക്കിവിടെ പ്രോഫിറ്റ് ലെവൽ കുറയുമ്പോൾ ഇതുപോലെ നമുക്ക് ട്രെൻഡ് നോക്കി നമുക്ക് എക്സിറ്റ് അടിക്കാവുന്നതാണ്. ഓക്കെ. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം.